ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഖ് മതത്തെക്കുറിച്ചാണ്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ത്യയിലെ പഞ്ചാബിൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ചില പ്രദേശങ്ങളിൽ ഉടലെടുത്ത വിശ്വാസ സംഹിതയാണ് സിഖ് മതം. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സംഘടിത മതമാണിത്. സിഖ് മതത്തിൻ്റെ സ്ഥാപകൻ ഗുരുനാനാക്കാണ്. ഇദ്ദേഹം ആദി ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹം ഒരു മത നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹം ഒരു പുനരുദ്ധാരകൻ കൂടിയായിരുന്നു. എന്നാൽ സിഖ് മതത്തെ ചിട്ടപ്പെടുത്തിയത് സിംഗ് എന്ന പേരിൻ്റെ അവസാന ഭാഗം കൂട്ടിച്ചേർത്ത ഗുരു ഗോബിന്ദ് സിംഗ് ആയിരുന്നു. ഖൽസ എന്ന സാമൂഹിക സഹോദര സംഘം അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹം സിഖുകാരെ വിദഗ്ധമായ പോരാളികളുടെ ഒരു സമൂഹമായി വാർത്തെടുത്തു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവസാനമായി കീഴടക്കിയ ജനവിഭാഗം സിഖുകാരായിരുന്നു. മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ കീഴിൽ സിഖുകാർ 19ാം നൂറ്റാണ്ടിൽ അവർക്ക് പ്രാമുഖ്യമുള്ളൊരു രാഷ്ട്രം രൂപീകരിച്ചു. വളരെ സൈനിക നൈപുണ്യമുള്ളവരും ഭരണപരമായ കഴിവുള്ളവരുമായിരുന്നു സിഖുകാർ. ഭരണ നിർവഹണത്തിൽ അവർ വളരെ പ്രശസ്തരായിരുന്നു. 1ാമത്തെ ഗുരുവായിരുന്നു ഗുരുനാനാക്ക്. അദ്ദേഹമാണ് ഈ മതം സ്ഥാപിച്ചത്. 2ാമത്തെ ഗുരുവായിരുന്നു ഗുരു അംഗദ്. ഗുരുമുഖി ലിപി വികസിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ്. 3ാമത്തെ ഗുരുവാണ് ഗുരു അമർദാസ്. 4ാമത്തെ ഗുരുവാണ് ഗുരു രാംദാസ്. അമൃത്സർ പട്ടണം പണി കഴിപ്പിച്ചത് അദ്ദേഹമാണ്. 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ ദേവിൻ്റെ കാലഘട്ടത്തിലാണ് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങിയത്. ഗുരു ഗ്രന്ഥ സാഹിബ് എന്നൊരു മതഗ്രന്ഥം അദ്ദേഹം കമ്പൈൻ ചെയ്തു. 6ാമത്തെ ഗുരുവായിരുന്നു ഗുരു ഹർഗോബിന്ദ്. 7ാമത്തെ ഗുരുവായിരുന്നു ഹറായ്. 8ാമത്തെ ഗുരുവായിരുന്നു ഹർകിഷൻ. ഇത് 6 വയസ്സ് മാത്രമുള്ളൊരു ബാലനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബാലഗുരു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വസൂരി വന്ന് മരിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം.